ഞാൻ പത്രം വായിച്ചിട്ടായി വിവരം അറിഞ്ഞത്. അല്ലെങ്കിലേ നമ്മളെല്ലാം കരുതി ഇവരാണ് ഇവിടെ മഴക്കുഴി കുഴിപ്പിച്ചതെന്ന്. അപ്പോ ആ കാശ് സരോജൻ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഉണ്ടാവും, ഒലക്കയുടെ മൂടുണ്ടാവും. ആ പൈസ വെച്ചല്ലേ ഇവർ എൻഗേജ്മെന്റ് പൊടി പൊടിച്ചത്. നീയുമൊക്കെ പോയി സദ്യ ഞണ്ണിയല്ലോ. ഭാഗ്യത്തിന് എനിക്കൊരു ബിസിനസ് പരിപാടി വന്നതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ പാവത്തിൽ എനിക്കും കൂടി പങ്കുണ്ടായി പോയനെ. സരോജിനി ചേച്ചി, ഇയാള് പറയുന്ന സത്യമാണോ? കൊള്ളാം. ഞാൻ കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാ? ഇനി താനൊരു അക്ഷരം വേണ്ടിയ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. അതെ, മഴക്കുഴിയുടെ പൈസ ഞങ്ങളല്ല കൊടുത്തത്. പക്ഷേ ഇപ്പൊ 50,000 രൂപ എന്റെ കയ്യിലില്ല. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ആ കാശ് എവിടെ പോയി? അതല്ലേ പറഞ്ഞത്, എൻഗേജ്മെന്റ് അടിച്ചു പൊളിച്ചെന്ന്. മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു ഞാൻ. അതെ, ആ കാശ് വീട്ടിൽ നിന്ന് മോഷണം പോയി. പക്ഷേ ആ കാശ് എടുത്ത ആളിനെ എനിക്കറിയാം. അയാള് ഈ കോളനി തന്നെയുള്ള ആളാ. എങ്കിൽ ആളിനെ പറയേ. പറഞ്ഞാ മാത്രം പോരാ, തെളിവ് വേണം, തെളിവ്. എന്നാലേ ഞങ്ങള് വിശ്വസിക്കൂ. ശരി, എങ്കിലേ ആദ്യം എന്റെ പക്കലുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ പുരുഷോത്തമ, എവിടെയുണ്ടിപ്പോ? ചേട്ടൻ എവിടെയായി പോകുന്നത്? അവിടെ നിക്ക്, ഇതിനൊരു പരിഹാരം കാണണ്ടേ? അതെ, എനിക്ക് അത്യാവശ്യമായി 2 ലോഡ് കൊപ്ര അയക്കാനുണ്ട്. പണിക്കാരെ ഒന്ന് ഫോൺ വിളിച്ച് പറയണം. ലോഡൊക്കെ പിന്നെ അയക്കാം. ത്രിവിക്രമൻ ഒന്ന് നിൽക്ക്. ആദ്യം ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. ഇതാണ് പണം കട്ടെടുത്ത ആള് ഇട്ടിട്ട് പോയ തെളിവ്. അതെനിക്കിഷ്ടപ്പെട്ടു. ഇതേതോ സ്ത്രീകളുടെ കർച്ചീഫാണല്ലോ. അപ്പോ ഒരു സ്ത്രീയാണോ കാശ് മോഷ്ടിച്ചത്? അതെ, ഈ കർച്ചീഫിന്റെ ഉടമ തന്നെയാണ് ആ പണം കട്ടെടുത്തത്. ഇത് ഞങ്ങളുടേതല്ല, ഈ നിൽക്കുന്ന നിങ്ങളുടെ ആരുടെയാണ്. ഇതാരുടെയാണെന്ന് ആ ആള് തന്നെ അങ്ങ് പറഞ്ഞാ മതി. ശരി, പറഞ്ഞില്ലെങ്കിലേ ഞാനൊരു കാര്യം കൂടി കാണിക്കാം. ഈ കർച്ചീഫിന്റെ ഉടമസ്ഥയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമുണ്ട് ഈ കർച്ചീഫില്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോറി സർ.
ശ്രീലക്ഷ്മി ഇതുവരെ സ്റ്റോക്ക് റൂമിൽ നിന്ന് പോയിട്ടില്ല. രഘുവർമ്മൻ സാറും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കയറി ചെന്ന് പോകാൻ പറയാൻ പറ്റാത്ത സിറ്റുവേഷനാ. ഇനിയിപ്പോ സാറ് പറഞ്ഞ ചിലപ്പോ കേൾക്കുമായിരിക്കും എന്ന് തോന്നുന്നു. വിവാഹത്തിന് ഇനി ദിവസങ്ങൾ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നവൾ ഓഫീസിൽ വരേണ്ട ഒരു എമർജൻസിയും ഇല്ലായിരുന്നു. രഘുവർമ്മൻ സാറ് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നമുക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടാനും. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെന്ന് ശ്രീലക്ഷ്മി വഴക്ക് പറഞ്ഞയക്കണോ, അതോ ചീത്ത പറഞ്ഞ് കണ്ണുപൊട്ടിക്കണോ? യു വാണ്ട് മീ ടു കിക്ക് ഹർ ഔട്ട്? എന്നല്ല സർ, അവൾ സ്റ്റോക്ക് റൂമിൽ കയറിയിട്ട് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോന്നാ എന്റെ ചോദ്യം. ഇപ്പൊ അവള് വീട്ടുകാരോടൊപ്പം അല്ലേ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്? വിവാഹം കഴിഞ്ഞ ഉടനെ പൂനെയിലേക്ക് പോകേണ്ടവളാ. അത് കഴിഞ്ഞ ആഫ്രിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുമെന്നും പറയുന്നു. അങ്ങനെ ഒരാള് ഇനി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ബെനിഫിറ്റ് ആർക്ക് കിട്ടാനാ? മാത്രമല്ല, മതി, എനഫ് ഈസ് എനഫ്. തനിക്ക് ഞാനിപ്പോ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം, അത്രയല്ലേ ഉള്ളൂ. അതോടെ കിട്ടുമോ മനസ്സമാധാനം? സർ പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ശ്രീലക്ഷ്മി ഇവിടെ വന്നാലും പോയാലും വ്യക്തിപരമായി എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ രാജിവെച്ച് പോയി കഴിഞ്ഞ ഒരു സ്റ്റാഫ് വീണ്ടും ഓഫീസിൽ കയറി വന്ന് നമ്മുടെ ഫയലുകളും ഡേറ്റാസും ഒക്കെ പരിശോധിക്കണോ? അത് സാർ തീരുമാനിച്ചാ മതി. Oh my God. എന്തോറ്റി? എന്താ നോക്കുന്നത് ശ്രീലക്ഷ്മി? സർ, ഇതിൽ അവസാനത്തെ പേജ് കാണുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പേജാണ് സർ. അതിലായിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോ പണ്ട് കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ല, അതൊരു സൂചനയായിരുന്നു. ഇറ്റ് വാസ് എൻ ഇൻഡിക്കേഷൻ. സർ, ഈ പേപ്പറിനെ പറ്റി സാറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ പറയാൻ? നോ ഐഡിയ ശ്രീലക്ഷ്മി. ശരി സർ, എന്ന് ഞാൻ പറയട്ടെ. സാർ ഇത് നോക്കൂ. ഇതിൽ എഴുതിയിരിക്കുന്ന തീയതി 1999 ഫെബ്രുവരി 15 എന്നാണ്. ഇത് രാജനന്ദിനി വെയർഹൌസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സാ. രവിവർമ്മൻ സാർ പറഞ്ഞ പ്രകാരം ആ സ്ഥലം 20 വർഷം കഴിയുമ്പോ വേറൊരാളിന്റെ പേരിലാവും. പക്ഷെ ഈ പേപ്പറിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ രാജനന്ദിനി ഫാബ്രിക്സ് എന്ന പേരിൽ ഇൻഡിപെൻഡന്റ് ഫേമായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വേറൊരാൾക്ക് അതിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. I see. മാത്രല്ല, വർമ്മൻ കുടുംബത്തിനായിരിക്കും ഇതിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം എന്നും ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സി, എന്റെ അമ്മയായ ഗായത്രി ദേവി അമ്മ എന്ന സെന്റൻസ് ആണ് അവസാനം കാണപ്പെടുന്നത്. ദേ, ബാക്കി എഴുതിയിരിക്കുന്ന പേജാ ഇപ്പൊ ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. നോക്കൂ സർ, എന്റെ അമ്മ എന്ന് എഴുതണമെങ്കിൽ ഒന്നെങ്കിൽ സാർ ആയിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ രവിവർമ്മൻ സാർ ആയിരിക്കും. എന്താ ഇത്? ഹൃദ്രോഗം കൂടാതെ ഇനി പ്രശ്നം കയറ്റി കൊല്ലണോ നിനക്കെന്നെ? ഇതിലിട്ടിരിക്കുന്നത് പഞ്ചാരയല്ല, ഉപ്പ. അയ്യോ, അറിഞ്ഞില്ല ഞാൻ പോയി വേറെ ചായ കൊണ്ടുവരാം. സരോജ നിക്ക്.
പലവട്ടമായി ഞാനിത് ശ്രദ്ധിക്കുന്നു. നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ. പൂർണ്ണ മനസ്സുകൊടുത്തല്ല നീ ഒന്നും ചെയ്യുന്നത്. കഷ്ടകാലത്തിന് മായയാണെങ്കിൽ മെഡിക്കൽ ക്യാമ്പെന്നും പറഞ്ഞ് അന്യനാട്ടിൽ പോയി കിടക്കുകയും ചെയ്യുന്നു. നിനക്കെന്ത് പറ്റി? കല്യാണം എടുക്കുമ്പോ വീട്ടുജോലി മുഴുവൻ ചെയ്ത് സുബോധം പോയി നിൽക്കുകയാണോ നീ? ബോധം പോയി നിൽക്കുക. അത് ജോലി ചെയ്തിട്ടല്ല, ഇപ്പൊ ഈ കല്യാണം നടക്കുന്ന കണ്ടിട്ടാ. അത് നിങ്ങളുടെ മാത്രം തീരുമാന. നിങ്ങളത് മോളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. തെറ്റ്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുൻപ് എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. എന്ത് ചോദ്യം? ലളിതമായ ചോദ്യം. നിനക്ക് നമ്മുടെ മോളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിന് താല്പര്യമില്ലേ? താല്പര്യമുണ്ട്. പക്ഷേ വരൻ നിങ്ങൾ കണ്ടുപിടിച്ച ആളല്ലെന്ന് മാത്രം. പിന്നെ ആരാത്? നീ പേര് പറ, ഞാൻ അറിയട്ടെ. ഇല്ല, ഞാനായിട്ടാ പേര് പറയാൻ പാടില്ല. അത് പറയേണ്ട ശ്രീലക്ഷ്മിയാ. എന്താ സരോജം നീ നാക്ക് വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? അത് പറയേണ്ടത് മോളാണ്. കറക്റ്റ്. മോള് നേരിട്ടൊരു പേര് പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറഞ്ഞ പേര് ശരിവെച്ചു. സച്ചിദാനന്ദൻ. എന്താ അയാൾക്കൊരു കുറവ്? നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. ഞാൻ കുറവും കൂടുതലും പറയാൻ ഞാനല്ല കല്യാണം കഴിക്കുന്നത്. അറിയാം. കഴിക്കുന്ന അവളാണെങ്കിലും കഴിപ്പിച്ചയക്കുന്നത് നമ്മളാ. പ്രത്യേകിച്ചും കുറച്ച് കൂടുതൽ ലോകപരിചയമുള്ള അച്ഛനായ ഞാൻ. എന്റെ കാഴ്ചപ്പാടിൽ സച്ചിയോളം നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ വേറെയില്ല. അവന്റെ കുടുംബമഹിമ, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ജോലി, അവന്റെ സ്വഭാവം, കരുതൽ, വിനയം എല്ലാം നല്ലതാ. എല്ലാം നല്ലത്. ഇന്നവൻ എന്നെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു തന്നു. അവിടെ കാലുവച്ച് കയറിയ നിമിഷം എനിക്ക് കിട്ടിയൊരു സമാധാനമുണ്ട്, ഒപ്പം സന്തോഷവും. ഒന്നുമില്ലെങ്കിലും എനിക്കത് മതി എന്റെ കുഞ്ഞിന്റെ സ്വൈര ജീവിതത്തിന്. ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്റെ മോള് ഹാപ്പി ആയിരിക്കും. നീയും ഹാപ്പി ആയിരിക്കണം. അതെന്റെ മോൾക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല. അതാ കുഴപ്പം. ഈശ്വര, ഈ മനുഷ്യനോട് ഇനി എന്തു പറയാനാണ്? സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് ആളിപ്പോ. ഞാനായിട്ട് നിലത്ത് വലിച്ചിടാൻ പാടില്ല. എല്ലാം കരിക്കൊത്തിയമ്മ തീരുമാനിക്കട്ടെ. എന്തായി നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? നമ്മൾ ചിലത് സംസാരിച്ചിരുന്നു. വേറോസ് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ ശ്രീലക്ഷ്മി നഷ്ടപ്പെടാതിരിക്കാൻ നീ നിനക്കെന്താ ഇപ്പൊ നാക്കം വർക്ക് ചെയ്തായോ? എന്റെ പൊന്നി രവി, എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ വീണ്ടും വീണ്ടും വന്നിങ്ങനെ ചൊറിയാൻ നിൽക്കുന്നേ. നോക്ക്, ഇനിയെങ്കിലും നീ ആഗ്രഹിച്ച ജീവിതത്തെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തിട്ട് നീ വലിയ മഹാനൊന്നും ആവാൻ ശ്രമിക്കരുത്. ഇത്രയും നാൾ നീ ഇങ്ങനെയല്ലല്ലോ ജീവിച്ചത്. ആഗ്രഹിച്ചത് കൈക്കലാക്കി മാത്രമല്ലേ ശീലം. ഇപ്പം മാത്രം പിന്നെ എന്തിനാ? മോളെ, മോള് തന്നെ സെലക്ട് ചെയ്യേ, എന്നാലേ ശരിയാവുള്ളൂ. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സച്ചോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് സെലക്ട് ചെയ്താലോ? ആ, സൂപ്പർ. അത് നല്ല ഐഡിയ മോള്. മോള് ധൈര്യമായിട്ട് ഫോൺ വിളിച്ച് ചോദിക്ക് സച്ചിമോന് ഏതാ ഇഷ്ടപ്പെട്ടെന്ന്. അങ്ങനെയല്ല അച്ഛാ, ഫോൺ വിളിക്കണ്ട. ഞാൻ തന്നെ സച്ചയെ പോയി കണ്ട് നേരിട്ട് ചോദിക്കാം. അതല്ലേ നല്ലത്? ആയിക്കോട്ടെ, അത് തന്നെ നല്ലത്.
മോളിപ്പോ തന്നെ ചെല്ലാൻ നോക്ക്. നല്ല കാര്യങ്ങൾ നീട്ടി വെക്കാൻ പാടില്ലെന്നാ. ഓ, ഇതിലിപ്പോ എന്താ ഇത്ര നല്ലതാണെന്ന് പറയാൻ? ഫോണിലൂടെ തന്നെ ഫോട്ടോ അയക്കലും കാണലും ഒക്കെ സർവ്വസാധാരണമല്ലേ? ഒരു കല്യാണ കാർഡ് സെലക്ട് ചെയ്യാൻ ചെറുക്കനെ നേരിട്ട് പോയി കാണുന്നതൊക്കെ നാട്ടുനടപ്പില്ലാത്ത കാര്യങ്ങളാ. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പയ്യനെ പോയി കാണുന്നത് ശരിയല്ല, അത്ര തന്നെ. അയ്യോടി സരോജം, നീ ഈ നൂറ്റാണ്ടിലൊന്നും അല്ലേ ജീവിക്കണത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കല്യാണത്തിന് മുമ്പ് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇപ്പൊ ഫാഷനല്ലേ. അവര് നേരിട്ട് കണ്ട് കാർഡ് സെലക്ട് ചെയ്യുന്നതിൽ എന്താ അത്ര തെറ്റ്? ഒരു തെറ്റുമില്ല. മോള് സച്ചിയെ വിളിക്ക്. അച്ഛന് പൂർണ്ണ സമ്മത മോള് പോയിട്ട് വരുന്നതിന്. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശ്രീരച്ച, ഞാൻ പറയുന്നത്. ഓ, നീ ഒന്നും പറയണ്ട. പോയി അടുപ്പിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കും. അല്ല പിന്നെ ആഹാ, മോള് ചെല്ല്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊരു സർപ്രൈസ് കോൾ ആണല്ലോ. എന്തുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്നാലും എനിക്ക് സച്ചി ഒന്ന് കാണണമായിരുന്നു. തിരക്കാണോ സച്ചിക്ക്? എന്ന് ചോദിച്ചാ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടി എന്റെ എല്ലാ തിരക്കും മാറ്റിവെക്കാൻ ഞാൻ. എന്താ അതുപോലെ? താങ്ക്സ്. ഞാൻ ബുദ്ധിമുട്ടിക്കൊന്നും അല്ലല്ലോ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടല്ലേ. എന്താണോ ഇതൊക്കെ? അപ്പോഴേ നമുക്കിടയിൽ ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. തനിക്ക് എന്നെ മീറ്റ് ചെയ്യണേ സ്ഥലവും സമയം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അവിടെ എത്തിയിരിക്കും. പിന്നെ ഒരു കണ്ടീഷൻ, താൻ വരുമ്പോ മുഖത്തൊരു പുഞ്ചിരിയുമായി വന്നാ നന്നായിരുന്നു. എനിക്ക് എപ്പോഴും ഇഷ്ടം എന്റെ ചുറ്റുമുള്ളവർ ചിരിച്ചു കാണാനാ. ദാറ്റ്സ് നൈസ്. എന്ന് പറഞ്ഞോളൂ, എവിടെ വെച്ച് മീറ്റ് ചെയ്യാം നമുക്ക്? ആ, അന്നത്തെ പോലെ പാർക്കിൽ തന്നെ ആയിക്കോട്ടെ. അവിടെ അടുത്ത് നല്ല ചൂട് കപ്പലണ്ടി ഒക്കെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് മിസ് ചെയ്തതാ. എന്താടോ ഒരു മൗനം? ഞാൻ വെറുതെ തമാശ പറഞ്ഞാണേ. തനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിത്തരും. ഇനിയിപ്പോ അവിടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ഥലവും സമയം മാത്രം മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എത്തിക്കോളാം. ശരി, ഞാൻ മെസ്സേജ് അയച്ചേക്കാം. ഓക്കെ, സീ യു സൂൺ. അയ്യോ മോള്, നീ ഇത്ര പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തോ? കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെക്കനും മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളുകൾ പറയാറ്. എന്നിട്ടിപ്പോ നിങ്ങൾ 2 മിനിറ്റ് തികച്ച് സംസാരിച്ചില്ലല്ലോ. എന്താടി, എന്തു പറഞ്ഞു നിന്റെ അച്ഛന്റെ മരുമകൻ? അച്ഛന്റെ മരുമകനോ? അപ്പൊ നിന്റെ ആരായിട്ട് വരും? നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. നീ പറയടി. മീറ്റ് ചെയ്യാന്ന് പറഞ്ഞമ്മേ, ഇന്ന് തന്നെ കാണാന്ന്. എന്നാ എവിടെയെങ്കിലും വെച്ച് കാണണ്ട. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ഈ വീട്ടിൽ വെച്ച് മതി തമ്മി കാണലൊക്കെ. ഏയ് ഇല്ലമ്മേ, അതൊക്കെ സച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും.